യോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പാലക്ക സെറ്റാണ് കേട്ടോ. സെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള പാലക്ക മാലകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ കൂടെ നമുക്കിതാ ഇതുപോലൊരു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പിക്ചറൂടെ കിട്ടും. നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു പാലക്ക ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സെൻറ്ററിലായിട്ട് നമ്മൾ ലോക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലേക്കൂടെ ആയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം ഈ പിക്ചറിൽ നോക്കിയിട്ട്. അടുത്തത് ഇതാ ഈ ഒരു സ്റ്റോണാണ്. ശേഷം രണ്ട് സൈഡിലും വരുന്നുണ്ട്. ശേഷം നമ്മുടെ പാലക്കയുടെ ലീഫുകളാണ് വരുന്നത് രണ്ട് സൈഡിലേക്കും. ഇതാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതൊരാൾക്കും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യും പോലെ നമ്മൾ സെൻറ്ററിൽ നിന്നല്ല തുടങ്ങുക. നമ്മൾ മാലയായിട്ട് ചെയ്തെടുക്കുമ്പോൾ ചെയിനായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരറ്റത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് അറ്റത്ത് നിന്നിങ്ങനെ കോർത്ത് പോരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലീഫ് കൂടെ നമുക്ക് സൈഡിൽ വെക്കാനേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ലീഫാണ് കേട്ടോ. ശേഷം എൻഡിൽ വരുന്ന രണ്ട് എൻഡിലും വരുന്ന സ്റ്റോൺസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഒരു കൊളുത്തൂടി വരുന്നുണ്ട് കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് ബാക്ക് ത്രെഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഇതാ ഒരു കൊളുത്തൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. സൈഡിൽ ഏറ്റവും എൻഡിലുള്ളത് വൈറ്റ് സ്റ്റോണാണ് കേട്ടോ. ഉൾഭാഗത്തൊക്കെ ഉള്ളത് റെഡ് സ്റ്റോണാണ്, മെറൂൺ കളർ സ്റ്റോണാണ്. ഏറ്റവും എൻഡിലായിട്ട് വരുന്നത് വൈറ്റ് സ്റ്റോണാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇതിന് മാച്ചായിട്ടുള്ള ആ സെയിം പാറ്റേണിലുള്ള ഒരു സ്റ്റഡ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ വരുന്നതാണ്. നമ്മൾ ഇതിലൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റഡായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് മാല കോർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് കോർത്തെടുക്കാം കേട്ടോ. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. ഗിയർ വയറിലാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് ത്രെഡും ബാക്കി സ്റ്റഡും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതെങ്ങനെയാണ് കോർത്തെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ പുറമെ ക്യാപ്സ് ലോക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുങ്കുരു ബീഡ്സ് ജംറിങ്ങിൽ കണക്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോർക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചല്ലോ, അതിൻ്റെ ആ ഒരു സെയിം അളവിൽ തന്നെ ഗിയർ വയർ എടുത്താൽ മതി. ആ ഒരു സെയിം അളവിൽ രണ്ട് വയറാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, രണ്ട് വയർ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എൻഡ് ഒന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സ് ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. മറ്റേ വയറിലേക്കും ഇതുപോലെ തന്നെ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് വയറിലേക്കും ഇങ്ങനെ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും എൻഡിലുള്ള ഈ ഒരു ലൂപ്പ് വരുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അത് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലൂപ്പ് വരുന്ന ഭാഗത്ത് ഹോള് വരുന്നില്ല, മറ്റേ ഭാഗത്താണ് ഹോള് വരുന്നത്. അപ്പോൾ ഉൾഭാഗത്തൂടെ, അതായത് ബാക്ക് വശത്തൂടെ നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇങ്ങനെ ഗിയർ വയറിനെ കടത്തിയെടുക്കുകയാണ് കേട്ടോ.
വീഡിയോ കറക്റ്റായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലോക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറങ്ങി നിൽക്കും. കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഓരോന്നും കോർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലക്ക ലീഫാണ് അടുത്തത് നമ്മൾ കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ മുകൾ ഭാഗത്തായിട്ടും ഹോൾ വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോൾ വരുന്നുണ്ട്. ആ 2 ഹോളിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ഗിയർ വയർ ഒന്ന് മുകളിലൂടെ ഒന്ന് താഴത്തൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ കോർത്തെടുക്കാം. പിന്നെ വരുന്ന സ്റ്റോൺസിലൊക്കെ ഇതുപോലെ തന്നെ മുകളിലും താഴത്തും ഹോളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിരയായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു അതേപോലെ നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം. പിന്നെ പിരിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു സ്റ്റോണ് മറുവശത്തേക്കും ഒരു സ്റ്റോണ് മുൻഭാഗത്തേക്കും അങ്ങനെ ആയി പോകരുത്. രണ്ടും ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വശത്ത് 7 ലീഫാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 7 എണ്ണം ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ശേഷം സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ലോക്കറ്റ് കോർത്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഈ ലീഫാണെങ്കിലും ലോക്കറ്റാണെങ്കിലും ആ 2 ഹോളിലൂടെ അങ്ങനെ കടത്തി കൊടുത്ത് പോവാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ. ഇങ്ങനെ നമുക്ക് മറ്റേ വശം ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. ഓവർ ടൈറ്റാക്കി പിടിക്കാതെ ലൂസാക്കിയിട്ട് കോർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മൊത്തം കോർത്തെടുത്തതിന് ശേഷം ഈ ഒരു എൻഡിലുള്ള സ്റ്റോൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെയും ലോക്ക് ചെയ്യണം. അപ്പോൾ എൻഡിലെ സ്റ്റോണും ഇട്ട് കൊടുത്തു. ശേഷം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഞാൻ നമ്മുടെ ക്യാപ്സ് ലോക്കിനെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉൾവശത്തേക്കാക്കിയിട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്യാണ് കേട്ടോ. അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് അധികം ടൈറ്റ് ആക്കിയിട്ട് ലോക്ക് ചെയ്യാൻ പാടില്ല. ഓവർ ടൈറ്റാക്കി ഗിയർ വയർ വലിച്ചു കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യരുത്. കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് ഓവർ ലൂസായി പോകാനും പാടില്ല. ഒരു ഭാഗം എത്രയാണോ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വടി പോലെ നിൽക്കും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ വളയുകയും തിരികെയൊക്കെ ചെയ്യുന്ന ആ ഒരു ലെവലിൽ പിടിച്ചിട്ട് നമ്മളൊന്ന് ലോക്കാക്കി കൊടുക്കുക. അതാ ഞാൻ ലോക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓവർ ടൈറ്റ് ആയിപ്പോയാൽ നമുക്കിതിങ്ങനെ വളയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ 2 ആ ഒരു ലൂപ്പിലേക്കും കുളത്തിനെ ഇട്ട് കൊടുക്കുകയാണ്. ബാക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുങ്കുരു ബീഡ്സിനെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ജംറിങ്ങിൽ 4 or 5 കുങ്കുരു ബീഡാണ് ഇപ്പോൾ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുള്ളത്. ഓരോന്നിലും 5 കുങ്കുരു ബീഡ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓരോന്നും ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുക. ഇതിൽ നിന്നും കുങ്കുരു ബീഡ്സ് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുങ്കുരു ബീഡ്സിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡനും ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സെയിം കളറിൽ മെറൂൺ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റോണിൻ്റെ കളർ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെക്ലേസ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ പാലക്ക മാല കാണിച്ചു തന്നിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ വെയറിനൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. സാരിക്കൊക്കെ നല്ല മാച്ചായിരിക്കും കേട്ടോ. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ സെറ്റ് നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും. ഇതുണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിന് കൊടുക്കുകയും ചെയ്യാം. ബാക്കിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഗിയർ വയറൊന്നും പുറത്തേക്ക് എന്താ പറയുക ബോറായിട്ട് കാണാത്ത രീതിക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡ് ഇതാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.